Hi guys, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ന്യൂ ഇയർ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ദൂരത്തേക്കൊന്നും പോയില്ല. നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വൈമോളിൽ ചെറിയ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ കേട്ടേക്കാം. നമ്മൾ അങ്ങോട്ടാണ് പോയത്. പുണ്യുള്ള കാരണം അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 9 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഓൾറെഡി അവിടെ എന്തോ ഒരു ബാൻഡിൻ്റെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ തൊട്ടടുത്ത് തന്നെ ബീച്ചസിൽ കഴിയുമ്പുറം ബീച്ചിലൊക്കെ എന്തോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷെ മാപ്പ് നോക്കി ഭയങ്കര ബ്ലോക്ക് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. റിസ്ക് എടുത്തില്ല, ഉണ്ണിനായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ എന്തായാലും തൊട്ടടുത്ത് ഇവിടെയാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ഉണ്ണിയായിട്ട് പോകുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ തൃശ്ശൂർക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും നമ്മൾ ക്യാൻസൽ ചെയ്തു ലാസ്റ്റ് മിനിറ്റ്. അപ്പോൾ അതാ അവിടെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭയങ്കര സൗണ്ടായിരുന്നു. ഒരു ക്ലോസ്ഡ് ഏരിയയിലുള്ള പെർഫോമൻസ് ആക്കാൻ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ധ്രുവക്കുട്ടീനെ കൊണ്ട് നമ്മൾ വെച്ച് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് പോകാം, കുറച്ച് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൾറെഡി ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. അപ്പോൾ ഈ പെർഫോമൻസ് കണ്ടു നിൽക്കാൻ നേരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഈ ഇയർ പ്ലഗ് പോലത്തെ സാധനം വെച്ചിട്ട് എന്താ വെച്ചാൽ കുറച്ചെങ്കിലും സൗണ്ട് അവൾ കേൾക്കുന്നത് കുറഞ്ഞോട്ട് വെച്ചിട്ടാണ് കേട്ടോ. ഭയങ്കര സൗണ്ടുകൾക്ക് ഭയങ്കര പേടിയായിരുന്നു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. അവിടെ എത്തിയപ്പോൾ വലിയ സൗണ്ട് മറ്റേ താഴത്തേക്കാളും സൗണ്ട് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു കേട്ടോ അവിടേക്ക് കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ധ്രുവക്കുട്ടി ആദ്യം പാട്ടിട്ട് ഭയങ്കര ഡാൻസൊക്കെ കളിച്ചു. പക്ഷേ താഴത്ത് നിൽക്കാൻ മൂപ്പരാൾ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് സൗണ്ട് കാരണം ചെറിയൊരു പേടി ഉണ്ടായിരുന്നുണ്ട്. ആദ്യമൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. ചേട്ടൻ താഴത്ത് നിർത്തിയപ്പോൾ അവൾ എടുക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായി. അതുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ നിന്ന് മേലെ നിന്ന് പെർഫോമൻസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ബാൻഡിൻ്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ ഏത് ബാൻഡൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ പകുതിക്ക് വെച്ച് കയറി വന്ന കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അൽഫാം ഓർഡർ ചെയ്തു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഹൈ ചെയറിൽ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഹൈ ചെയറിൽ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അത് ഉണ്ടാവാറില്ല. അപ്പോൾ അത് അവളെ അതിൽ കയറ്റിയിരുത്തി അവൾ നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, വലിയ ടേസ്റ്റ് ഒന്നും പറയാനൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വിശപ്പൊന്നും ഉണ്ടായില്ല. അപ്പം അതിന് ശേഷം ഞങ്ങൾക്ക് വയർഫില്ലാത്ത പോലെ തോന്നി. അപ്പോൾ മൂസിയുടെ അവൽ മിൽക്ക്, ചേട്ടൻ അവൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് ഈ സാധനം ടോയ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളുടെ സ്പെഷ്യൽ വാങ്ങിച്ചാലാണ് ഇത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പം നമ്മൾ അതാണ് ഓർഡർ ചെയ്തത്. ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ ഓർഡർ ചെയ്ത് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് സ്ട്രോബെറി ഫ്ലേവറായിരുന്നു. പക്ഷേ സാധ്യ ടേസ്റ്റ് ആയിരുന്നു, പറയാതെ വയ്യ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് കയറിയാലെന്ന് വെച്ചാൽ ഷോപ്പിങ്ങിലേക്ക് അവിടെ കയറി ഇനി സമയമുണ്ട് 12 മണിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കയറിയപ്പോൾ ദൈവങ്ങളെ കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ധ്രുവക്കുട്ടി ഭയങ്കര ഭക്തി ഉണർന്നു. അപ്പോൾ അത് കണ്ട് തൊഴുത് നിൽക്കണ്ട. അപ്പോൾ സാധാരണ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പള്ളിയിൽ നിന്നില്ല, അമ്പലം എന്നില്ല, ഒരു ദൈവത്തിൻ്റെ ഒരു ടച്ചിൽ എന്ത് കണ്ടാലും അവളെ തൊഴുന്നതാണ്. അപ്പോൾ ബുദ്ധൻ്റെ ഇത് കണ്ടാലൊക്കെ അവൾ തൊഴും. അതെങ്ങനെയാണ് ആ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുള്ള കാര്യം എനിക്കറിയില്ല. അതെന്താ അതിൻ്റെ ബാക്കിലുള്ള കാരണമൊന്നും അറിയില്ല. അപ്പോൾ അത് ഞങ്ങൾ ചുമ്മാ അവിടെ ഒന്ന് നടന്ന്, അപ്പോൾ ആ സമയത്തൊന്നും ആരും ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല മ്യൂസിക് പുറത്തുണ്ട്. അപ്പോൾ മ്യൂസിക് ഞാൻ ഇടാത്താണ്, നല്ല രീതിയിൽ മ്യൂസിക് പുറത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹമ്മ സോങ് വന്നപ്പോൾ ധ്രുവക്കുട്ടി അതിൽ ചുവട് വയ്ക്കുന്ന ഭയങ്കര ഡാൻസായിട്ടാണ് ആ പാട്ട് കേട്ടപ്പോൾ. ഫുള്ള് ഡാൻസായിരുന്നു. ഭയങ്കര ഒരു ആൾക്ക് ഇത്തിരി ഡാൻസിനോടൊക്കെ ഒരു താല്പര്യം തോന്നുന്നു. മ്യൂസിക് കേട്ടപ്പോൾ ഒരു ഡാൻസും കാര്യങ്ങളും ഭയങ്കര താളബോധമുള്ള കൊടുത്തില്ലാന്നുണ്ട്. അപ്പം അങ്ങനെ ശേഷം ഞങ്ങൾ ചുമ്മാ ആൾക്ക് കുറച്ച് ഹെയർ ബാൻഡ്സ് ഒക്കെ നോക്കാൻ വെച്ച് അതിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇപ്പോൾ ഈ വെച്ച ഹെയർ ബാൻഡ് നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ അത് വാങ്ങിച്ചൊന്നുമില്ല. നമ്മൾ കുറച്ച് 2-3 നമ്മൾ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി. അതിന് ശേഷം എന്താ ചുമ്മാ അവിടെ വെറുതെ ഒന്ന് നടന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ നടന്നു. പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അപ്പോൾ ധ്രുവക്കുട്ടി നല്ല എൻജോയ്മെൻറ്റ് മൂഡിലാണ് കേട്ടോ. ആ സമയം ഇപ്പം നേരെ ഓൾറെഡി 12 മണി സമയമൊക്കെ ആയിട്ട്. ഓൾറെഡി ധ്രുവക്കുട്ടി അങ്ങനെ ആ സമയത്തൊന്നും ഉറങ്ങുന്ന ഒരാളെ അല്ല. 12 മണി 1 മണിയോളം ഉറങ്ങും. അത് കാരണം അവൾക്കൊന്നും ഒരു ഇഷ്യൂ അല്ല. അപ്പോൾ ധ്രുവക്കുട്ടി ഒരു ഹെൽമെറ്റ് നോക്കാൻ ടച്ചൻ. ധ്രുവക്കുട്ടികളും വലിയ ഹെൽമെറ്റാണ് വയ്ക്കാൻ നോക്കിയത്. അവൾ ഒട്ടും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നല്ലൊരു സൂപ്പർ സോങ് ആയിരുന്നു കേട്ടോ.
സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ ഒരു കുട്ടി സൗണ്ട് കാരണം കുറച്ച് പേടിച്ചെങ്കിലും പിന്നെ പിന്നെ അവള് പാട്ടൊക്കെ കേട്ടപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പം ഞങ്ങളും പിതൃക്കുട്ടിനെ എടുത്തിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ഉള്ള ഒരു ലിമിറ്റഡ് ഇതിൽ വെച്ച് ഞങ്ങളും അത്യാവശ്യമൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. അങ്ങനെ ധ്രുക്കുട്ടീനെ ഒരു ഭാഗത്തിരുത്തിയപ്പോൾ ധ്രുക്കുട്ടി പാട്ട് കേട്ട് ഭയങ്കര ഡാൻസ്, അതിനനുസരിച്ച് ഇവിടെ എൻജോയ്മെൻറ്റ് ഇവിടെ കാണും. ഭയങ്കര ഡാൻസായിട്ടാണ്, ഭയങ്കര സ്റ്റെപ്പുകളൊക്കെ ആയിരുന്നു. അപ്പോൾ കൊള്ളാം, നല്ല പെർഫോമൻസ്, നല്ല നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. കൊള്ളാം. ബാൻഡിൻ്റെ പേര് ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചില്ല, അതെന്താന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ അത് കൊള്ളാം, നല്ല സൂപ്പർ ബാൻഡായിരുന്നു. ഒരു 12 മണിയായപ്പോൾ അവർ പറഞ്ഞു പുറത്ത് ഫയർ വർക്ക് ഉണ്ട് 12 മണിയാകുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പെർഫോമൻസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ വൈമളുടെ പുറത്തേക്ക് എല്ലാവരും ഇറങ്ങി. കുറച്ച് പേരേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പണ്ട് ഇതുപോലെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ലുലു മോളിൽ ഞാൻ ന്യൂ ഇയറിൻ്റെ നൈറ്റ് ഇതുപോലെ ആഘോഷിക്കുക ഓർമ്മ വന്ന സമയത്ത് കേട്ടോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊട്ടും പിന്നെ പൊട്ടും എന്നങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കുറേ പേരുണ്ട് കേട്ടോ, കുട്ടികളും. അപ്പോൾ ധ്രുക്കുട്ടിക്ക് ഈ സമയമായപ്പോൾ ധ്രുക്കുട്ടിക്ക് ഇങ്ങനെ സൗണ്ടൊക്കെ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. നമ്മളിത് മഞ്ഞ കളർ ഒരു തൊപ്പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ ന്യൂ ഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് മുൻപ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഫ്രണ്ട്സിനെ ഫോൺ വിളിച്ച് എല്ലാവരും വിഷ് ചെയ്യും, മെസ്സേജ് അയക്കുന്നില്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എവിടെയെങ്കിലും ന്യൂ ഇയറിനൊക്കെ പോയി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ന്യൂ ഇയറിന് നൈറ്റൊക്കെ പോയിട്ട് എല്ലായിടത്തും പോയിട്ട് ആഘോഷിക്കുന്നത് വലിയ നല്ലൊരു കാര്യമാണ്. അപ്പം നമ്മൾ പൈസ മുടക്കുന്നൊന്നുമല്ല, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പുറത്തൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അത് ആസ്വദിക്കുന്നത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്, എല്ലാവരും ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ളവരൊക്കെ അങ്ങനെ ഞങ്ങൾ എണ്ണാൻ തുടങ്ങി. അപ്പോൾ സൗണ്ടൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ ധ്രുക്കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിട്ടോ. ചുറ്റുമുള്ള പിള്ളേരൊക്കെ ഇതുപോലെ പേടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ധ്രുക്കുട്ടി വേഗം അച്ഛൻ്റെ മേത്ത് അള്ളി പിടിച്ച് കിടന്നു. അപ്പോൾ കൊള്ളായിരുന്നു, നല്ല നമ്മൾ ലൈവായിട്ട് കാണുമ്പോൾ നമ്മുടെ തലയുടെ മേലായിട്ടെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനമായപ്പോൾ ഈ സംഭവം കത്തി നമ്മുടെ താഴേക്ക് അതിൻ്റെ വേസ്റ്റുകൾ തീക്കാനൊക്കെ വീഴാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗം ചേട്ടൻ്റെ അടുത്ത് ധ്രുക്കുട്ടിനെ കൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിൽ കുറച്ച് കൂടി തുടങ്ങിയല്ലോ, ഓരോരുത്തരും മേത്തിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടാ. സേഫ്റ്റി മാനിച്ച് ഞങ്ങൾ വേഗം കയറി. പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല അവിടെ. പിന്നെ കഴിഞ്ഞു ഏകദേശം. അപ്പം എൻ്റെ ധ്രുക്കുട്ടീനെ ഹാപ്പി ന്യൂ ഇയറൊക്കെ വിഷ് ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചു പോയി, കാരണം ഒരു ലാസ്റ്റ് പെർഫോമൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ആവേശം മൂവിലെ സോങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അധികം കളിക്കാനൊന്നും പറ്റില്ല ധ്രുക്കുട്ടിയുള്ള കാരണം. എന്നാലും ഉള്ള ഒരു ഇത് വെച്ച് നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു. ലാസ്റ്റ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിന് അവസാനം അവർ പറഞ്ഞു കേക്ക് മുറിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ കേക്കും കൂടി തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ധ്രുക്കുട്ടി അപ്പോഴേക്കും മതിയായി ഇട്ട് നിന്നിട്ട് അവിടെ അതാ കേക്ക് മുറിക്കുമ്പോൾ ഒരു ന്യൂ ഇയർ സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിച്ചവിടെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ്, നമ്മൾ വേറെ എവിടേക്കും പോയില്ല. ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞാനും ധ്രുക്കുട്ടി കിളി പോയിട്ട് കേട്ടോ, പാട്ടൊക്കെ ഇട്ട് കിളി പോയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് വൈബിളകിയത്. ചേട്ടൻ മുന്നിൽ പോണ്ട്. അപ്പം അത് അധികം ആൾക്കാരില്ലേ, നമ്മൾ ബീച്ചിൽ പോകുന്നൊക്കെ വിചാരിച്ചതാണ്. ഇപ്പം സമയം അല്ല തന്നെ പ്ലാൻ മാറ്റിയതാണ്. അപ്പോൾ എന്തായാലും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ചേട്ടൻ കൊണ്ടേ അങ്ങോട്ട് പോവാ ആണ് അങ്ങോട്ട് വെക്ക്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ഹാപ്പി ഹാപ്പി
ഹാപ്പി ഹാപ്പി എന്തോ ഇതില് പറഞ്ഞതാ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി പരിപാടി ഹാപ്പി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാതെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ മതിയായിരിക്കും. ബൈ.